ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സാക്ഷ്യം, ഒരു അനുഭവം ആ കുടുംബാംഗങ്ങൾ ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഈ ആദ്യ ശനിയാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ അനുഭവം സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സാക്ഷി എഴുതി തന്നത് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും അത് സംഭവം എൻ്റെ മനസ്സിൽ ആ സംഭവം ഉണ്ടായിരുന്നു. ഇത് സംഭവം ഉണ്ടാകുമെന്ന് അന്നാവിനോട് ആ സമയത്ത് പറഞ്ഞായിരുന്നു. അതിപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഞാൻ കാണുക. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദുബൈയിൽ നിന്നുള്ളൊരു ഫാമിലിയാണ്. നമ്മൾ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അണക്കരയിൽ വന്നിട്ട് ആദ്യ ശനിയാഴ്ച വന്നിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കാനുണ്ട്. എല്ലായിടത്തും വരും, ഒരുപാട് മക്കൾ പലയിടത്തും എല്ലാ രാജ്യങ്ങളിൽ തന്നെ വരും. ആദ്യ ശനിയാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് സൗഖ്യം കിട്ടാൻ വേണ്ടി വരാറുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ വരുന്നത്. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. സാക്ഷ്യം ഇങ്ങനെയാണ്: യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി, വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം മഹത്വപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങൾ ദുബൈയിലാണ് താമസിക്കുന്നത്. ഈ ജനുവരിയിൽ എൻ്റെ 4 മാസം പ്രായമുള്ള കുഞ്ഞിന് കലശലായ ചുമയും വിട്ടുമാറാത്ത പനിയും തുടങ്ങി. ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചിട്ടും വലിയ ഫലമുണ്ടായില്ല. 3 മാസം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പല ടെസ്റ്റുകൾക്കും വിധേയമാക്കിയ കൂട്ടത്തിൽ ഹാർട്ടിൻ്റെ എക്കോ എടുത്തപ്പോൾ പൾമിനറി ആർട്ടറിയിലും അയോട്ടയിലും തമ്മിൽ ചേരുന്നിടത്തുള്ള 3 മില്ലിമീറ്റർ നീളമുള്ള ഒരു വാൽവ് ജന്മന അടയേണ്ടതാണ്, പക്ഷേ അടഞ്ഞിട്ടില്ല. ആയതിനാൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ കലർന്നു. ഇപ്പോൾ കുഞ്ഞിന് 6 മാസം ആയതിനാൽ ഓപ്പറേഷൻ കൂടാതെ വേറെ ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോരുവാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. ഏപ്രിൽ 1-ാം തീയതി 1-ാം ശനിയാഴ്ച, ആദ്യ ശനിയാഴ്ച അണക്കരയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആയതിനാൽ മാർച്ച് 31-ാം തീയതി ഞങ്ങൾ രാത്രി എറണാകുളം ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞങ്ങൾ എത്തി. എൻ്റെ ഹസ്ബൻഡും മമ്മിയും അണക്കരയിലേക്ക് പോയി. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ കൃപയിൽ അവിടെ കവിഞ്ഞൊഴുകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെയും കർത്താവ് യേശുവെ പരിഗണിക്കണമേ, ഒരു തുള്ളി തിരുരക്തം കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന് ആ വിടവ് നികത്തണമേ എന്ന് ഞങ്ങൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. ഉറച്ച വിശ്വാസത്തിൽ ഈശോ കനിയുമെന്ന് ഉറപ്പായിരുന്നു. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് ഡൊമിനിക്കച്ചൻ വിളിച്ചു പറഞ്ഞു, ദുബായിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കുടുംബം വളരെയധികം വിഷമത്തിൽ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ വിഷമത്തിന്മേൽ ദൈവം ഇടപെട്ടിരിക്കുന്നു. അവരുടെ പ്രശ്നം ഈശോ ഏറ്റെടുത്തിരിക്കുന്നു. മനമൊരുക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണെന്ന് ഞങ്ങൾ അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ചു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയിൽ കൈകൾ വെച്ചുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ, ബന്ധന പ്രാർത്ഥന നടക്കുമ്പോൾ എൻ്റെ മമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു, നാളെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു, കുഞ്ഞിന് രോഗസൗഖ്യം കിട്ടിയിരിക്കും. സ്ഥലം പറഞ്ഞു ഹല്ലേലൂയ. ആ കുടുംബം അറിയാൻ വേണ്ടി പറയാം, ഈ ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിലും ഈ ഫോട്ടോ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ പറയുന്ന ആളുടെ കയ്യിലും മകൻ്റെ കയ്യിലും ഈ ഫോട്ടോ അപ്പോൾ രണ്ടും ഒരേ ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ രണ്ടിടത്തും ഇവരുടെ കുടുംബത്തിൽ വന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ കൊച്ചിൻ്റെ ഫോട്ടോയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. സ്ഥലം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പിറ്റേ ദിവസം അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഞങ്ങൾ പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടേഴ്സ് മാറി മാറി ചെക്കപ്പ് ചെയ്തിട്ടും ആദ്യത്തെ ചെക്കപ്പിൽ എൻ്റെ കുഞ്ഞിനുണ്ടായ കുഴപ്പം കാണുന്നില്ല. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ഒന്നുകൂടി കൺഫേം ചെയ്യാനായി ഹാർട്ടിൻ്റെ എക്കോ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഈശോയെ ആ വാൽവ് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നതായി കണ്ടു. ചെറുപ്പത്തിൽ ഹല്ലേലൂയ. അവർക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് മെയിൻ ഡോക്ടേഴ്സ് വന്നു. ഡോക്ടേഴ്സ് ചോദിച്ചു, വാട്ട് എ സർപ്രൈസ്, തലേ ദിവസം വരെ ഈ വിടവ് ഓപ്പറേഷൻ കൂടാതെ അടയത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് അവരെ ഞാൻ എൻ്റെ കയ്യിലുള്ള കൊന്ത എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഈശോ, എൻ്റെ പരിശുദ്ധ അമ്മയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. കണ്ടോ, വിശ്വാസമുള്ള ആളുകളിൽ ദൈവം പ്രവർത്തിക്കുന്നു. വിശ്വാസമുള്ള ആളുകളിൽ ദൈവം പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ആർക്കാണ് ദൈവം വെളിപ്പെടുക? ഈശോ മിശിഹായെ കാണുവാൻ ആർക്കാണ് പറ്റുക? ബൈബിളിൽ പറഞ്ഞു, 1 എളിമ വേണം, 2 വിശുദ്ധി വേണം. അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, അതായത് അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ.
അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. പാപം കൊണ്ടോ കൃപ ഒരിക്കലും കപട ഹൃദയത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് കാപട്യമുള്ള കള്ളത്തരമുണ്ട്. പുറമേ നല്ലവനായിട്ട് നടക്കും, ഉള്ളിൽ കാപട്യമുള്ള ആളുകൾ. ആ ഉള്ളിൽ കാപട്യമുള്ള ആളുകൾ കൃപ ഇറങ്ങത്തില്ല. സ്വരമോടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. ഉണ്ടോ? കൃപ പാപത്തിൽ നമ്മൾ വിളച്ച പാപങ്ങൾ, അശുദ്ധിയുടെ പാപങ്ങൾ, അല്ല അഹങ്കാരം, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ, അപ്പനോട് വെറുപ്പ്, അമ്മയോട് സ്വാർത്ഥത, മറ്റൊരു വേദനിക്കുമ്പോഴും അവനൊന്നും കൊടുക്കില്ല, സമ്പത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കും, ആർക്കും കൊടുക്കാതെ, ഒക്കെ പാപം. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും മുമ്പിൽ ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒഴുകില്ല, വെളിപ്പെടില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും. അതാണ് ലോകം 1:37. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് വ്യക്തി. പക്ഷേ അവത് വിശ്വസിക്കണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അബ്രാഹവും സാറയും വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ 2 ദൈവദൂതന്മാർ വന്നിട്ട് അവിടെ ഒരിക്കുന്നു. അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. മുറ്റത്തിരുന്നു, വീടിന് മുറ്റത്തിരുന്ന്. അന്ന് വീടൊക്കെ ഗുഹകളാണല്ലോ, വലിയ ഗുഹകളാണ്. അപ്പോൾ അതിന് പുറത്തിരുന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അബ്രാഹത്തോട് ദൈവദൂതന്മാർ ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് മക്കളുണ്ടോ? ഇല്ല, മക്കളില്ല. അവൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അടുത്ത വർഷം ഞങ്ങൾ ഇതിൽ വരുമ്പോഴേക്കും നിന്റെ ഭാര്യയിൽ ഒരു കുഞ്ഞു ജനിക്കും. സർവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം. സർവോടത്തിൽ ദൈവദൂതൻ വചനം കൊടുത്തു. ദൈവത്തിൻ്റെ ദൂതൻ വചനം കൊടുക്കും. ദൈവദൂതൻ വചനം കൊടുത്തു. അപ്പോൾ ഉടനെ സാറ അകത്തിന് ഒറ്റ ചിരി. സർവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സാറ ഒറ്റ ചിരി. എന്താ ചിരിച്ചത്? ഓ, ദൈവമാണെന്ന് പറഞ്ഞ എൻ്റെ കാര്യം അല്പം ബോധമൊക്കെ വേണം. സർവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എനിക്ക് 80 വയസ്സായി. ദൈവത്തിന് അറിയില്ല ഞാൻ വൃദ്ധയാണ്. ഇനി ഏത് ദൈവം ആരും മനുഷ്യൻ്റെ വിചാരം എപ്പോഴുണ്ടല്ലോ. അതാണ് മനുഷ്യൻ്റെ ബന്ധനത. അവൻ്റെ വിചാരം, അവൻ ചില ഗുണിതങ്ങൾ വെച്ച് അവനൊരു കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പം അതാണ് പയനും എൻ്റെ തീരുമാനം. ഞാൻ കണ്ടതും കേട്ടത്, ഞാൻ ഇന്നുവരെ കണ്ടതും കേട്ടത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ ഇതുവരെ പഠിച്ചത്, ഞാൻ വായിച്ചത്, കുറേ പുസ്തകങ്ങൾ വായിച്ചു, കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചു, കുറേ അറിവുകൾ നേടി. എന്നിട്ട് പറയും ഇതാണ് ഫൈനൽ. ഞാൻ ഒത്തിരി സർവേകളൊക്കെ നടത്തി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. സർവ്വത്തെ ഹല്ലേലൂയ. അതാണ് സാറ ആരാണ്? ഈ ഭൂമിയിലെ ദൈവനിഷേധികളുടെ, ദൈവശക്തിയെ പരീക്ഷിക്കുന്നവരുടെ, ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ ഒരു പകരക്കാരിയാണ് സാറയെന്ന് ഞാൻ പറയും. എല്ലാ ശാസ്ത്രങ്ങളുടെയും തന്നെ, ഒരുപക്ഷെ എല്ലാ ശാസ്ത്രങ്ങളുടെയും തന്നെ ഒരു പകരക്കാരിയാണ് സാറ. ചിന്തിക്കുന്ന പോലെയാണ് ഇന്ന് ലോകത്തുള്ള ഒരു ഭൂരിപക്ഷം ആളും, ചില യുവാക്കളും യുവതികൾ, സയൻസ് പഠിച്ചവരും പലതും പഠിച്ചവരെല്ലാം ചെന്ന് എത്തിയിരിക്കുന്ന എവിടം വരെ സാറാഹയുടെ ഗുണിതം വരെ എത്തിയിട്ടുള്ളൂ. വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് പറയുന്നവർ, ഏറ്റവും വലിയ റാങ്ക് ഹോൾഡർ, ഏറ്റവും വലിയ പേര് അവന്റെ സ്ഥാനഭേദം ചോദിച്ചത് സാറായുടെ സ്ഥാനമാണ്. അതായത് ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതല്ലാത്ത അതിനപ്പുറത്തേക്ക് ഒരു സംഭവമൊന്നുമില്ല. ഞാൻ ചുറ്റും നോക്കിയിട്ട് ഞാൻ ദൈവത്തെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്ന ദൈവനിഷേധി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ അബ്രാഹമാകട്ടെ മാറുന്നുണ്ട്. അബ്രാഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതായത് അതാണ് ആവശ്യം. ഞാൻ അവിടെ കഴിഞ്ഞ ശേഷിക്കുന്ന ഏറ്റവും വലിയ വെളിപാടുകളൊന്നാണ് 2 അത്ഭുതങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. പക്ഷെ ദൈവവചനം പ്രഘോഷിക്കുന്നത് ദൈവദൂതന്മാരായിരിക്കണം. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം അയച്ച ആളുകൾ, ദൈവത്തിൻ്റെ മാത്രം വിശുദ്ധിയും കൃപയും അഭിഷേകവും ആത്മാവ് അഭിഷേകം കിട്ടിയവർ വചനം പറയണം. 2, അവർ വചനം പറയുമ്പോൾ കേൾക്കുന്നവർ അബ്രാഹത്തെ പോലെയുള്ളവരായിരിക്കണം. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അബ്രാഹത്തെ പോലെ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമുള്ള വ്യക്തിയായിരിക്കണം. സംശയമില്ലാത്ത വ്യക്തികളായിരിക്കണം. ഒരു സംശയമില്ലാതെ ഉറച്ച വിശ്വാസമുള്ള. അപ്പോൾ അങ്ങനെ വിശ്വാസവും വിശ്വാസവും കൃപയും കൂടെ യോജിക്കുന്ന സമയമായി. അതാണ് വിശ്വാസം. അബ്രാഹം പറഞ്ഞു വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവദൂതൻ വചനം കൊടുക്കുന്നു, കൃപയിൽ കൊടുക്കുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ജെറമ്യാ 15:19 പറയുന്ന പോലെ വിലകെട്ടോ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ച് നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആയിത്തീരും.
ഇപ്പം നമ്മുടെ നാവുകൾ കർത്താവിൻ്റെ നാവ് പോലാകണം. അപ്പം സംഭവിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-1 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അല്ല, സൃഷ്ടിക്കപ്പെടുന്നു. അന്ധകാരം മാറട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. പ്രകാശം ഉണ്ടാകുന്നു. ദൈവം ആദ്യം ആകാശം ഭൂമി സൃഷ്ടിക്കും, ഉണ്ടാകട്ടെ. വചനം പറയുമ്പോൾ അത് സംഭവിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ദൈവദൂതന്മാരാകാത്തതുകൊണ്ട്, നമ്മൾ പാപം കലരുന്നതുകൊണ്ട്, നമ്മൾ വിശ്വാസം കുറവുള്ള, വിശ്വാസമില്ലാത്തതുകൊണ്ട്, വിശുദ്ധി കുറവുള്ളതുകൊണ്ടാണ്. വിശുദ്ധിയോടെ നമ്മൾ പറയുമ്പോൾ അവിടെ പറയണം. ഒന്ന് വിശുദ്ധിയോടെ പറയാൻ ആളുകൾ വേണം. നമ്മുടെ ഇടയിലൊക്കെ ഈ വചനം കേട്ട് ഒത്തിരി പേര് അഭിഷേകമുള്ള മക്കളായിട്ട് തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കും. സർവ്വത്തെ ഹല്ലേലൂയ. നിങ്ങൾ പറയണം, രോഗികളുടെ മേൽ കൽപ്പിക്കണം. നിങ്ങൾ അപ്പസ്തോലന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അവരാ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്. അത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകളിൽ വിശ്വാസം, കേൾക്കുന്നവനും വിശ്വാസം വേണം. അതാണ് അബ്രാഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് സംഭവിക്കുന്ന വിശ്വാസം. അത് ബുദ്ധിയൊക്കെ സറണ്ടർ, ബുദ്ധിക്ക് അതീതമായിട്ട് ചിന്തിക്കുന്ന അബ്രാഹം, ബുദ്ധിക്ക് അതീതമാണ്. ബുദ്ധി ഇല്ലാത്ത അബ്രാഹം, ബുദ്ധി പ്രവർത്തിക്കാത്ത അബ്രാഹം, യുക്തി പ്രവർത്തിക്കാത്ത അബ്രാഹം. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത്. 80 വയസ്സ് പ്രായമുള്ള വൃദ്ധയായ സാറായിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. സാറാ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലത്തെ സംഭവമാണ് കരയിൽ ഒരിക്കലുണ്ടായി. ഒരു ചെറുപ്പക്കാരല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചിട്ട് 18 വർഷമായിട്ട് മക്കളില്ല. 18 years, 18 വർഷമായിട്ട് മക്കളില്ല. ഒത്തിരി സങ്കടത്തോടെ അവർ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഡോക്ടർമാർ പറഞ്ഞു 2 പേർക്കും ഗൗരവമേറിയ കുറവുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഒത്തിരി സങ്കടത്തിലായിരുന്നു, ഒരു വിഷമത്തിലായിരുന്നു അവരിരുന്ന്. പ്രാർത്ഥനയിലോട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവസാനം ഒരുപാട് പ്രാർത്ഥന ഇരുന്നിട്ട് അപ്പോൾ അവർ അവസാനം തീരുമാനമെടുത്തു, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എവിടെ പോയിട്ടൊരു ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കുട്ടിയെ കണ്ടു. ആ കുഞ്ഞിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് പോകേണ്ടത്. അതിൻ്റെ പേപ്പർ വശങ്ങളെല്ലാം, ലീഗൽ വശങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലയാഴ്ച ഒരു ധ്യാനം കൂടാൻ വേണ്ടി. അത് വന്നതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ധ്യാനത്തിൻ്റെ ഒറ്റ ലക്ഷ്യം അവർക്കുള്ളൂ. അവർക്ക് ഈ കുഞ്ഞ്, അതായത് വേറൊരു ആളുടെ കുഞ്ഞിനെയാണല്ലോ അവരെടുത്ത് വളർത്തേണ്ടത്. അപ്പോൾ അതിനെ ഒന്ന് സ്വീകരിക്കാൻ, മാനസികമായിട്ട് സ്വീകരിക്കാൻ ഒരുങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ധ്യാനം കൂടാൻ വന്നത്. അപ്പോൾ എല്ലാ ഡിസിഷൻ പേപ്പർ വർക്കെല്ലാം തീർത്ത ശേഷമാണ് അവർ ധ്യാനം കൂടിയിട്ട് ചെന്നിട്ട് കുഞ്ഞിനെ വാങ്ങിക്കുക, എന്നിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഇവർ ധ്യാനം കൂടാൻ വന്നു. ധ്യാനത്തിൻ്റെ അവസാന സമയത്ത് ഈ അപ്പനും അമ്മയും കൂടി ഇവർ വന്നിട്ട്, ശരിക്കും എനിക്ക് തോന്നുന്നു അവർക്കൊരു 45 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അവന് 50ഓളം വയസ്സ് പ്രായമുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ 2 പേരും കൂടെ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ തിങ്കളാഴ്ച കുഞ്ഞിനെ വാങ്ങിക്കാൻ പോവാ. അച്ഛൻ എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ പലപ്പോഴും ആളുകൾ തലയിൽ കൈ വെക്കുമ്പോൾ എനിക്കറിയാം കർത്താവിൻ്റെ കൃപ അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അവർ സ്വീകരിക്കാൻ നിൽക്കും, വിശ്വാസം കൊണ്ട് കൂടി തള്ളി തിരസ്കരിക്കും. അണീശ്വർ പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെന്നിട്ട് സമാധാനം ആശംസിക്കുമ്പോൾ സമാധാനം സ്വീകരിക്കുന്നവൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അങ്ങോട്ട് പോകും. അല്ല, അവിടെ അത് വിശ്വസിക്കാത്തതുണ്ടെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ശ്രമത്തെ പറഞ്ഞ ഹല്ലേലൂയ. വലിയൊരു സംഭവമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകം അങ്ങോട്ട് പോകാൻ ആശംസിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് സമാധാനം ഉണ്ടാകുന്നത് പറയുമ്പോൾ, അത് സ്വീകരിക്കുന്നവൻ അവിടെ ഉണ്ടെങ്കിൽ ഈ സമാധാനം അതേപടി വിട്ടോട്ട് കയറുകയാണ്. സ്വീകരിക്കാത്തവരാണെങ്കിൽ തിരിച്ച് ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരിയേറെ ജീവിതങ്ങൾ ഞാൻ കണ്ടു, ഒത്തിരി മക്കൾ ഞാൻ കണ്ടുണ്ട്. സമാധാനം ആശംസിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന മക്കളിൽ അതങ്ങ് പ്രവേശിക്കുന്നു, അതവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉടനെ അവനെന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഏജ് ഓവറായി, അതിൻ്റെ നിയമപ്രകാരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തിങ്കളാഴ്ച. എനിക്ക് പെട്ടെന്ന് ദേഷ്യം, എനിക്ക് വിശ്വസിക്കുന്നില്ലെന്നെ ഒന്നും കൂടി ദേഷ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഇവള് പറഞ്ഞു, അച്ഛൻ ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ചേർന്നു. പെട്ടെന്നൊരു തീരുമാനം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച നിങ്ങൾ കാത്തിരിക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വാ, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനിക്കാം. എന്നിട്ട് ഉടനെ അറിയാതൊരു വാക്ക് ഞാൻ പറഞ്ഞു, ദൈവം ധ്യാനം കൂടിക്കഴിഞ്ഞല്ലേ ഉള്ളൂ, ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ സമയം കൊടുക്കണ്ടേ? ശ്രമപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ധ്യാനം കൂടിക്കഴിഞ്ഞല്ലേ ഉള്ളൂ, ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ വെച്ചാൽ ഞങ്ങളത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞിട്ട് 2 പേരും ഞാൻ വഴക്ക് പറഞ്ഞു. ശരിക്കും വിശ്വാസക്കുറവ് കാണുമ്പോൾ വഴക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ പ്രിയപ്പെട്ട മക്കൾ, ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു, കർത്താവിന് മാത്രം മഹത്വം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ,
അവിടുന്ന് പോയിട്ട് കൃത്യം 13-ാം പക്കം ഇവൾ ഗർഭിണിയായി. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 18 വർഷത്തിന് ശേഷം 13-ാം പക്കം അവൾ ഗർഭിണിയായി. ദൈവത്തിൻ്റെ കരം മകളിൽ പ്രകടപ്പെട്ടു. കർത്താവിന് വലിയ അത്ഭുതമുണ്ടായി. അതേ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്ന ആളുകളുമാണ്. കൃപയുടെ മക്കൾ വേണം നമുക്ക്, വിശുദ്ധിയുടെ കൃപ നിറഞ്ഞ മക്കൾ. കർത്താവ് വിശുദ്ധിയുള്ള മക്കളെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രമത്തിൽ ഹല്ലേലൂയ. ദൈവദൂതന്മാരുണ്ടാകട്ടെ, ഇവിടെ ധാരാളം ദൈവദൂതന്മാരുണ്ടാകട്ടെ, കണ്ടത് സ്വീകരിക്കുന്ന ആളുകളും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുക, കൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോട് കൂടെ, നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം കൊടുക്കുക. ദൈവം പറഞ്ഞു വിട്ടു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. അവൻ അത്യുന്നതൻ്റെ പുത്രൻ അറിയപ്പെടാൻ പോവുകയാണ്. ദൈവപുത്രൻ ജനിക്കാൻ പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ. അവിടെ സംശയമല്ല, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്ക 1:34-35 പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുക. എന്താണെന്ന് മനസ്സിലാവും, വല്ലതും മനസ്സിലാവുന്ന ഭാഷയാണ്. പരിശുദ്ധാത്മാവെന്ന് എന്താണെന്ന് പോലും അറിയത്തില്ല. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ഒന്നും മനസ്സിലാകുന്ന കാര്യമല്ല. പക്ഷെ ദൂതൻ ഇത് പറയും, ദൈവദൂതൻ വരും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അവിടെ 2 കാര്യം എന്നെ ഈശോ പഠിപ്പിച്ച്. ഈ ഗബ്രിയേൽ മാലാഖ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഗബ്രിയേൽ മാലാഖയാണെന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്? ശരിക്കും അമ്മയെ അതുപോലെ വിശുദ്ധി ഉണ്ടായിരുന്നു. വിശുദ്ധിയുള്ളവർക്ക് ദൈവിക രൂപങ്ങൾ, ആത്മാക്കളുടെ രൂപങ്ങൾ, മാലാഖമാരെ, വിശുദ്ധരെ ഒക്കെ കാണാൻ പറ്റും. അമ്മയിൽ അതുണ്ടായിരുന്നു. അമ്മയ്ക്ക് അതുകൊണ്ട് കാണാൻ പറ്റും. 2 കേൾക്കാൻ പറ്റുന്നതും അമ്മയിൽ നല്ല എളിമയുണ്ട്, നല്ല വിശ്വാസമാണ്. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഗബ്രിയേൽ ദൂതൻ വചനം പറയാം, കർത്താവിൻ്റെ വചനം പറയുന്നു. അപ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുക. ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് കൊടുക്കുക. അപ്പോൾ വിശ്വാസം, അവിടെ അമ്മയിൽ വിശ്വാസം നിൽക്കുക. ദൈവത്തിൻ്റെ, അതായത് ഈ അത്യുന്നതന് എങ്ങനെ ഒന്നും ചെയ്ത, ഞാൻ പുരുഷനെ അറിയുന്നില്ല ഒന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ശക്തിയോ മനുഷ്യന്റെ കഴിവിനപ്പുറത്താണ്. മനുഷ്യന്റെ ഗുണിതങ്ങള് താഴെയാണ് മക്കളെ. അപ്പോൾ ഇവിടെ ഗബ്രിയേൽ അവിടെ മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരം. ആ ഒരു കരം വിശ്വസിക്കണം. മറിയം അത് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതാ കർത്താവ് നിന്റെ വചനം അത് നിറവേറട്ടെ. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ്. എനിക്കൊരു ചോദ്യമില്ല, ഒന്നുമില്ല. വളരെ ശാന്തം. അവിടെ വിശ്വാസമായിട്ട് പരിസരം ഹല്ലേലൂയ. ആ സമയത്താണ് അമ്മ ആമേൻ പറയുന്ന സമയത്താണ് അമ്മയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ വചനം ധരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ടുകൊണ്ടിരിക്കുക. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം ഇത് സ്വീകരിച്ചിട്ടുണ്ടോ അവരിലെല്ലാം ദൈവത്തിന്റെ വചനം ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ സുവിശേഷത്തെ ദൈവവചനത്തെ വിശ്വസിക്കണം. വിശ്വാസം കുറയരുത്. വിശ്വാസം കുറയുന്നുണ്ട്, നന്നായിട്ട് ഈ കുറയുന്ന കാലം പൈശാചികത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസം കുറയരുത്. വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കണം. വിശ്വസിച്ചെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ ഡെലിവറൻസ് പ്രയർ നടത്തിക്കൊണ്ടിരിക്കാം. ഒരുപാട് ജനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര അടയാളങ്ങളും പൈശാചികത്തിന് കഴിയുന്നു, രോഗികൾ സുഖം പ്രാപിക്കുന്നു, എല്ലാവരും ദൈവത്തെ ബോധപ്പെടുന്നു. അപ്പോൾ കുറേ വൈദികർ അവിടെ ഇങ്ങനെ ധ്യാനത്തിന് എൻ്റെ കൂടെയുണ്ട്. ആ സമയത്ത് അവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാം കണ്ടു, അത്ഭുതങ്ങളെല്ലാം കണ്ട ശേഷം ഇങ്ങനെ ഒരച്ഛൻ വന്നിട്ടുള്ളൂ. എനിക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ പറയാം, എന്താ അച്ഛൻ ശ്രദ്ധിച്ചത്? ഹല്ലേലൂയ. അതെ, അച്ഛൻ ആളുകൾ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അച്ഛന് സംശയമില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ കുറേ നേരം കൊണ്ട് ഞാൻ കാണാൻ പടം പിടിച്ചു. ഹല്ലേലൂയ. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്ന അച്ഛൻ രോഗികളുടെ മേൽ കൽപ്പിക്കുമ്പോൾ അച്ഛന് ഏത് രോഗി കണ്ടാലും അച്ഛന് അതൊരു സൗഖ്യപ്പെടുന്ന വിശ്വാസത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അത് സൗഖ്യപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നെനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന. അവനെ വിശ്വസിക്കുന്നവരാരും നിരാശരാകുകയില്ല. അവനിൽ വിശ്വസിക്കുന്നവരാരും നിരാശരാകില്ല. സർവ്വത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ വചനം ജീവനുള്ള വചനമാണ്. സർവ്വത്തിൽ ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്.
തിരുവോസ്തിയിൽ ത്രിയേക ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വസിക്കുന്ന തിരുവോസ്തിയാണിത്. നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു, ജീവിക്കുന്ന ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, 12 അപ്പോസ്തലന്മാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഈശോയെ വിശ്വസിച്ച് ആരാധിക്കാം. തിരുവോസ്തി ഈശോയിലുണ്ട്. ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ. ഈശോയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ. വിശ്വസിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരം ഉയർത്തി ഈ കൃപയുടെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു വന്ന ആശീർവദിക്കുന്ന ഈശോയെ എന്ന് വിളിക്കട്ടെ.